മാധവിനെ സ്കൂളിലും ഞാൻ അംഗനവാടിയിലും ആക്കി കഴിഞ്ഞാൽ ഞാൻ പൊട്ടനും പോയി ചേട്ടനും പോയി ബോട്ടും കിട്ടി അയിലേസ പാട്ടും പാടിയിരിക്കുന്ന എല്ലാവരോടും വീമ്പിളക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിയാനെ കൂടെ അംഗൻവാടിയിലാക്കി കഴിഞ്ഞപ്പോൾ വീട് അങ്ങോട്ട് ഉറങ്ങി. അതെനിക്കറിയാം, കാരണം കുറച്ച് നേരത്തേക്കാണെങ്കിലും നിയാനെ അല്ലെങ്കിൽ മാധവിനെയൊക്കെ ആ വീട്ടിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു ഒറ്റപ്പെടൽ. പിന്നെ അവർ അമ്മയെന്ന് വിളിക്കും പോലെയൊക്കെ തോന്നും ചില സമയത്ത് ഇവർ വീട്ടിലില്ലെങ്കിൽ കൂടെ, അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരുപാട് അമ്മമാരില്ലേ. അപ്പോൾ ഈ നേരം ഒന്ന് മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് വാങ്ങി വെച്ചിരുന്നൊരു ഫ്ലാക്സ് സീഡിൻ്റെ പാക്കറ്റ് എടുത്ത് ഡേറ്റ് നോക്കിയതാണ് കേട്ടോ. കാരണം അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല, കുറേ നാളായി. കാരണം വീഡിയോസൊക്കെ കണ്ട സമയത്ത് പിന്നെ ഇത് വണ്ണം കുറയ്ക്കാനും ഹെൽപ്ഫുൾ ആണെന്നൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പൊതുവേ മടിയാണ്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ചെയ്ത് നോക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് നേരെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്പൂണിൽ 2 സ്പൂൺ ഇട്ടേച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതാണ്. നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഞാൻ കുറേ വീഡിയോസ് നോക്കിയായിരുന്നു കേട്ടോ. അതിൽ ചിലർ ഉലുവയും കൂടെ കിട്ടുന്ന കണ്ടു. അപ്പോൾ ഉലുവയും ഈ പറഞ്ഞ ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉലുവയും ഇട്ട് ഇതിങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചു. ചിലർ പറഞ്ഞത് ഇതിലിങ്ങനെ പത വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം എന്നൊക്കെയാണ്, പക്ഷേ എനിക്കിത് ഒട്ടും തിക്കാവാത്തോണം ഫീൽ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ കൈയിട്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അപ്പോൾ വെളിച്ചെണ്ണയുടെ പോലെ ഒരു കൺസിസ്റ്റൻസി ആയ സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് വെച്ചേ. എന്നിട്ട് പിന്നെ അത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ജെല്ലി ആയി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പം ഞാൻ സാധാ സ്റ്റീലിൻ്റെ അരിപ്പയിൽ തന്നെ അരിക്കുക ചെയ്തേട്ടോ. അത് കഴിഞ്ഞത് തണുത്ത സമയത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ചു. എൻ്റെ മുടിയുടെ യഥാർത്ഥ അവസ്ഥ ഇതാണ് കേട്ടോ. കുഞ്ഞിക്കൂനൻ സിനിമയിൽ പറയും പോലെ ആരും അയ്യേ എന്ന് പറയരുത്, കാരണം ഇത്രയും മുടിയുള്ളൂ. നമ്മളത് എന്താ പറയുക, ആദ്യം കണ്ട ഒരു പൊലിമ എന്ന് പറയുന്നത് ഷാമ്പൂ ഒക്കെ ഇട്ട് നടക്കുമ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തേച്ച് കുറച്ച് നേരം തലയിലൊക്കെ പിടിപ്പിച്ച ശേഷം ഞാനിത് ബാലൻസ് ഈ സമയം ഒന്ന് മെനക്കെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ തുണി അലക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ തുണി അലക്കാൻ പോയ സമയത്ത് നമ്മൾ ഈ വീട് പണിത് കയറിയ സമയം തൊട്ടിട്ട് ഇവിടെ ബലിക്കാക്കകൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിനെ കാണുമ്പോൾ പേടിയാണ്. ഇങ്ങനെ ഈ ബലിക്കാക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസം, എന്താ പറയുക, നമ്മൾ ബലിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് വന്നിട്ട് തിന്നുമ്പോൾ അത് മരിച്ചു പോയവരുടെ ആത്മാവാണെന്നുള്ളൊരു വിശ്വാസമാണല്ലോ. അപ്പോൾ ഈ കാക്കേനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയുണ്ടോ. ഞാനിന്ന് അലക്കാൻ ഇറങ്ങിയപ്പോൾ ഈ കാക്കേനെ കണ്ടു. ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ, സാധാരണ ഇതിനൊരു പേരും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു നേരം അലക്കി മാനേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തല വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് താളിയൊക്കെ തേക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് പറ്റില്ല, ടോൺസിലൈറ്റിസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇത് കൊതിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു.